വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 29-ാം അധ്യായം 52-ാം ശ്ലോകം. 4, 29, 52. നാരദ ഉവാച പ്രശ്നായ വാഹി സഞ്ജിന്നോ ഭാവദാ പുരുഷർഷഭാ അത്ര മേ വദത്തു ഗുഹ്യം നിസംശയാ സുനിശ്ചിതം. നാരദ ഉവാച പ്രശ്നായ വാഹി സഞ്ജിന്നോ ഭാവദാ പുരുഷർഷഭാ അത്ര മേ വദത്തു ഗുഹ്യം നിസാമയാ സുനിശ്ചിതം. നാരദ ഉവാച പ്രശ്നായ വാഹി സഞ്ജിന്നോ ഭാവദാ പുരുഷർഷഭാ അത്ര മേ വദത്തു ഗുഹ്യം നിസാമയാ സുനിശ്ചിതം. നാരദ ഉവാച പ്രശ്ന ഏവ ഹി സഞ്ജിന്നോ ഭാവദാ പുരുഷർഷഭാ അത്ര മേ വദതോ ഗുഹ്യം നിസാമയാ സുനിശ്ചിതം. മദജിസ്. നാരദ ഉവാച പുരുഷർഷഭാ അത്ര മേ വദതോ ഗുഹ്യം നിസാമയാ സുനിശ്ചിതം. വിവർത്തനം. ഭാവാർത്ഥം. കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. നാരദ മഹർഷി തുടർന്നു, അല്ലയോ മഹാത്മൻ, നീ എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ ഉചിതമായ മറുപടി പറഞ്ഞു. ഇനി വിശുദ്ധ വ്യക്തികൾ അംഗീകരിച്ചിട്ടുള്ളതും വളരെ ഗോപ്യമായ മറ്റൊരു വർണ്ണന ശ്രവിച്ചുകൊള്ളും. ഭാവാർത്ഥം. നാരദ മുനി വ്യക്തിപരമായി പ്രാചീന ബഹ്റി രാജാവിൻ്റെ ആധ്യാത്മിക ഗുരുവായി പ്രവർത്തിക്കുകയാണ്. തൻ്റെ ഉപദേശങ്ങളിലൂടെ രാജാവ് കഴിവതും വേഗം അവൻ്റെ ഫലേച്ഛ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഭക്തിയുത സേവനം സ്വീകരിക്കണമെന്നതാണ് നാരദമുനിയുടെ ലക്ഷ്യം. രാജാവിന് എല്ലാം മനസ്സിലായെങ്കിലും അവൻ തൻ്റെ വ്യവഹാരങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ അപ്പോഴും തയ്യാറായിരുന്നില്ല. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പോലെ രാജാവ് അപ്പോൾ തപസ്സനുഷ്ഠിക്കാൻ കൊട്ടാരത്തിൽ നിന്ന് താൻ പറഞ്ഞയച്ചിരിക്കുന്ന പുത്രന്മാരെ കുറിച്ചുള്ള ആലോചനകളിലായിരുന്നു. അവർ മടങ്ങി വന്നതിന് ശേഷം രാജ്യം
രാജ്യഭാരം അവരെ ഏൽപ്പിച്ച് ഭവനം ഉപേക്ഷിച്ച് പോകണമെന്നായിരുന്നു അവൻ്റെ ചിന്ത. ഇതുതന്നെയാണ് മിക്ക ജനങ്ങളുടെയും അവസ്ഥ. അവൻ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുകയും അവിടുത്തെ ശ്രദ്ധയോടെ ശ്രവിക്കുകയും ചെയ്യുമെങ്കിലും വീടുപേക്ഷിച്ച് പോയി ഭക്തിയുത സേവനം നിർവഹിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുമ്പോൾ അവർ മടിക്കും. ഭൗതിക രീതിയിലുള്ള ജീവിതം, ഫലപ്രതീക്ഷാ കർമ്മം വാസ്തവത്തിൽ ഒന്നും തന്നെയല്ലെന്ന് ശിഷ്യന് ബോധ്യം വരുന്നതുവരെ അവനെ ഉപദേശിക്കുക എന്നത് ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ധർമ്മമാണ്. വാസ്തവത്തിൽ ഒരുവൻ ജീവിതത്തിൻ്റെ ആരംഭം മുതലേ ഭക്തിയുത സേവനം സ്വീകരിക്കണം. പ്രഹ്ലാദ് മഹാരാജ് ഉപദേശിക്കപ്പെട്ട പോലെ കൗമാര ആചരേത് പ്രജ്ഞ ധർമാൻ ഭാഗവതാനിഹ, ഭാഗവതം 7:8-1. ഒരുവൻ കൃഷ്ണാബോധവും ഭക്തിയുത സേവനവും സ്വീകരിക്കാതെ ഭൗതിക അസ്തിത്വത്തിൻ്റെ ഫലാകാംക്ഷാ കർമ്മങ്ങളിൽ മുഴുകുന്നത് വൃഥാ സമയം പാഴാക്കലാണെന്നും എല്ലാ വേദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയതിനാൽ രാജാവിന് കുടുംബജീവിതം ഉപേക്ഷിക്കാൻ താല്പര്യമുണ്ടായേക്കാവുന്ന മറ്റൊരു ദൃഷ്ടാന്ത കഥ പറയാൻ നാരദ മുനി തീരുമാനിച്ചു. ഓമഖ്യാനതിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ പിതാവിനെ നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നമശേഷശൂന്യവാദി പാശാത്യരീക്ഷതാരിണേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ കീ ജയ്. ഹരേ കൃഷ്ണ. നമ്മൾ ശ്രീമദ് ഭാഗവത്തിലെ 4-ാം സ്കന്ധത്തിലെ ഒരു അധ്യായത്തിലെ ഒരു ശ്ലോകമാണ് നമ്മൾ വായിച്ചത്. ഇതിൻ്റെ ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ ഈ കഥ എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഈ ശ്ലോകത്തിലേക്ക് നമുക്ക് ആഴത്തിൽ കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം ഇവിടെ 2 പേര് തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇതിൽ നടക്കുന്നത്. നാരദ മഹർഷിയും പ്രാചീന ബർഹിഷിത് എന്നുള്ള രാജാവ്. പ്രാചീന ബർഹിഷിത് രാജാവ് ധർമ്മിഷ്ഠനാണ്. പക്ഷേ അദ്ദേഹം വേദങ്ങളിലെ ആലങ്കാരിക വാക്കുകളിൽ ആകൃഷ്ടരായിട്ട് ഒരുപാട് കാമ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ മക്കള് ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് തപശ്ചര്യകൾ അനുഷ്ഠിക്കാനായിട്ട് പോയി. അപ്പം ആ മക്കൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകിയ വ്യക്തിയാണ് നാരദ മഹർഷി. മക്കൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകിയതിന് ശേഷം അച്ഛനായ പ്രാചീന ബർഹിഷിത് രാജാവിനോട് അദ്ദേഹത്തിനും ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി നാരദ മഹർഷി ഈ പ്രാചീന ബർഹിഷിത് രാജാവിൻ്റെ അടുത്തെത്തി. അങ്ങനെ അവർ തമ്മിൽ ഉള്ള സംഭാഷണമാണ് നമ്മൾ ഇന്നത്തെ ഈ ശ്ലോകത്തിൽ വായിക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് ഈ ശ്ലോകം പറയുന്നതിൽ നാരദ മഹർഷി പറയുകയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ഞാൻ നൽകിക്കഴിഞ്ഞു. ഇനി ഞാൻ വേറൊരു രീതിയിലും കൂടെ നിനക്കത് പറഞ്ഞു തരാം എന്ന് നാരദ മഹർഷി പറയുകയാണ്. നമുക്ക് ഈ ഒരു മനോഭാവം ഭഗവത്ഗീതയിലും നമുക്ക് കാണാൻ പറ്റും. ഭഗവത്ഗീത പൂർണ്ണമായിട്ട് ഉപദേശിച്ച് കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ അർജുനോട് പറയുന്ന ഫാൻ്റെ ആവശ്യമില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. കൃഷ്ണൻ അർജുനോട് ഭഗവത്ഗീത പൂർണ്ണമായിട്ട് ഉപദേശിച്ച് പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ പറയാണ്,
ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലായി കാണുമോ? അതിൻ്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയാണ്, അർജുനന് മനസ്സിലായില്ല എങ്കിൽ അത് ഭഗവത്ഗീത വീണ്ടും പൂർണ്ണമായിട്ട് വീണ്ടും ഉപദേശിക്കാൻ കൃഷ്ണൻ തയ്യാറായിരുന്നു എന്ന് അതിൻ്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പോൾ ഈ മനോഭാവം വച്ചുകൊണ്ട് വേണം നമുക്ക് ഇവിടെ നാരദ മഹർഷി പ്രാചീന വർഷത്തിനോട് സംസാരിക്കുന്ന ഈ സംഭാഷണവും മനസ്സിലാക്കാനായിട്ട്. ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ മനോഭാവം എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആധ്യാത്മിക ആചാര്യൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ തൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ തന്നെ കേൾക്കുന്നവർക്ക് ശരിയായ വിധത്തിൽ എന്താണ് ആത്മീയ ജീവിതം എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ആത്മീയ ഗുരുവിൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ആ ഒരു ലക്ഷ്യമുണ്ട്. തൻ്റെ ശിഷ്യൻ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം ആത്മീയ ഗുരുവിനുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രവചനം, ഇത് കഴിഞ്ഞതിന് ശേഷവും ഒരു നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷവും നിനക്കിത് ശരിക്കും മനസ്സിലായോ, അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്ന് ആത്മീയ ഗുരു പറയുന്നു. പലപ്പോഴും ആത്മീയ ഗുരുക്കന്മാരെ കാണുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു ഈർഷ്യയോ അസൂയയോ ഒക്കെ തോന്നാറുണ്ട്. അവരെ എല്ലാവരും മാലയിടുന്നുണ്ട്, അവരുടെ പാദങ്ങൾ പൂജിക്കുന്നുണ്ട്, അവർ വരുമ്പോൾ അവരുടെ കാറിൻ്റെ ഡോറ് തുറക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങുന്നുണ്ട്, അവർക്ക് വളരെ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് ഉയർന്ന പീഠം നൽകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനാണ് ഒരു സാധാരണ മനുഷ്യന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ആ പ്രാധാന്യം കൊടുത്താൽ പോരാ, യഥാർത്ഥത്തിൽ അതിലും ഉപരി കൊടുക്കണം. കാരണം ആത്മീയ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തൻ്റെ ശിഷ്യന് ആത്മീയപരമായിട്ടുള്ള പരിപൂർണത കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിന് അദ്ദേഹം എന്ത് വഴികളും തേടി ആ ശിഷ്യന് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഇത് നമുക്ക് ശ്രീല പ്രഭുപാദിൻ്റെ ഉദാഹരണത്തിൽ പല വട്ടവും കാണാനായിട്ട് സാധിക്കും. ശ്രീല പ്രഭുപാദ് ചില സന്ദർഭങ്ങളിൽ റേഡിയോ ഇതിനൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പല ആൾക്കാരും വന്ന് സംസാരിക്കും, റിപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷവും ആ ക്യാമറയും എല്ലാം ഓഫ് ചെയ്തതിന് ശേഷവും പ്രഭുപാദ് ആ റിപ്പോർട്ടറിനോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഇനി എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകാറില്ല. അദ്ദേഹം ആ ജീവാത്മാവ് ആരാണ് തന്നോട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്, അവർ വഴി ലോകമെല്ലാവരും ഈ ഇൻ്റർവ്യൂ കണ്ടെങ്കിലും ആ വ്യക്തിക്ക് അത് മനസ്സിലായോ, ആ വ്യക്തിക്കും അത് പ്രയോജനം ചെയ്യുമോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം വീണ്ടും ആ റിപ്പോർട്ടേഴ്സിനോട് സംസാരിക്കാറുണ്ട്. അപ്പം ഇത് ഒക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആത്മീയ ഗുരുവിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോപ്പർലി അതിനോട് പ്രതികരിക്കാനായിട്ട് പറ്റുള്ളൂ. ആത്മീയ ഗുരു ഇവിടെ വരുന്നതും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ പ്രയോജനം ലഭിക്കും. കൃഷ്ണ ബുക്കിൽ ശ്രീല പ്രഭുപാദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് ചാപ്റ്ററിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഭഗവാൻ ഓരോ നിർദ്ദേശങ്ങളും നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് എന്നറിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ആത്മീയപരമായിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇവിടെ ക്ഷേത്രം തൂക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് ഒരു ബുക്സ് കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആത്മീയാചാര്യന്മാരും ഇവിടുത്തെ മുതിർന്ന ഭക്തന്മാരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, എന്തുദ്ദേശത്തിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെയിം ആക്ടിവിറ്റിയാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഫലം വ്യത്യാസമാണെന്ന് കൃഷ്ണ ബുക്കിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആത്മീയപരമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ
കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. ഒരുപാട് അതിനുള്ള എന്തായാലും പറയുന്നത് അതിന് ആത്മീയപരമായിട്ടുള്ള ഒരുപാട് വ്യത്യാസം അതിലേക്ക് വന്നു ചേരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീല പ്രഭുപാദിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ശ്രീല പ്രഭുപാദ് പലപ്പോഴും ഈ സയൻറ്റിസ്റ്റുകൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പം വളരെ ഉന്നതമായ തലത്തിലാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ശ്രീല പ്രഭുപാദിൻ്റെ അടുത്ത് വരുന്നത് ഒരു കൃഷിക്കാരനായിരിക്കും. ആ കൃഷിക്കാരന് ചിലപ്പോൾ ഇങ്ങനത്തെ സംഭാഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ശ്രീല പ്രഭുപാദ് ഒരു വൈഷ്ണവ സോങ് ആയിരിക്കും പാടുന്നത്. അപ്പം എപ്പോഴും ഈ ആത്മീയ ഗുരുവിൻ്റെ ഈ ഇൻറ്റൻഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്കത് വളരെ താമസം നേരിടും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ആ ഫലത്തിലെത്തിക്കാനായിട്ട് താമസം നേരിടും. ഇവിടെ ആധ്യാത്മിക ഗുരുവിൻ്റെ മനോഭാവം പറഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ മനസ്സിലാകുന്നത് പ്രാചീന ബർഹിഷ് രാജാവിൻ്റെ മനോഭാവമാണ്. അദ്ദേഹത്തിന് നാരദ മഹർഷി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായി, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇത് ആത്മീയപരമായിട്ട് ഉയരണം, ആത്മീയപരമായുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രാചീന ബർഹിഷ് രാജാവിന് നാരദ മഹർഷി പറഞ്ഞപ്പോൾ മനസ്സിലായി, പക്ഷെ പലപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമുക്കും അറിയാം, ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ഇൻസ്ട്രക്റ്റ് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അവരുടേതായ ഒരു സ്വഭാവം, അവരുടെ ക്യാരക്ടർ മാറ്റാനായിട്ട് പറ്റുന്നില്ല. നമുക്കറിയാൻ പറ്റും, പല ആൾക്കാരും അങ്ങനെയുണ്ട്. നമ്മൾ വർഷങ്ങളോളം അവർക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് പ്രഭുപാദന് ഇഷ്ടം, അല്ല ഇതാണ് ആധ്യാത്മിക ഗുരുവിന് ഇഷ്ടം, ഇതാണ് കൃഷ്ണന് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുമെങ്കിലും പലപ്പോഴും അവരുടെ ആ ക്യാരക്ടറോ അവരുടെ ആ സ്വഭാവമോ മാറ്റാൻ പലപ്പോഴും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇതാണ് നമുക്കിവിടെ പ്രാചീന ബർഹിഷ് രാജാവിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും കൊടുത്ത് വലിയൊരു കഥയാണ്, പുരഞ്ജനൻ്റെ കഥയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. ഇത് മനസ്സിലായിട്ടും പ്രാചീന ബർഹിഷ് രാജാവിനത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അപ്പം അവിടെ എന്താണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന പോരായ്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ശരിയായ പ്രയോജനം ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഒരു ശിഷ്യന് ആത്മീയ ഗുരു പറയുന്ന കാര്യങ്ങൾ പാലിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്? പല നിർദ്ദേശങ്ങളും തന്നിട്ടും അത് പാലിക്കാൻ എന്തുകൊണ്ടാണ് ഒരു ശിഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആത്മീയ ഗുരു എൻ്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷിയാണ് എന്നുള്ള ബോധ്യം അല്ലെങ്കിൽ ആ വിശ്വാസം ആ ശിഷ്യന് വരാത്തത് കൊണ്ടാണ്. ആത്മീയ ഗുരു എൻ്റെ ഏറ്റവും വലിയ വെൽവിഷറാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അത് പാലിക്കാനായിട്ട് ശ്രമിക്കും. അത് നമുക്ക് ചിലപ്പോൾ ഉടനെ പറ്റിയെന്നിരിക്കത്തില്ല, പക്ഷെ അതെപ്പോഴും നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവും, എനിക്കിത് പാലിക്കണം, ഇവർ പറയുന്നത് പോലെ എനിക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം ആ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് നമുക്കിത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തത്. അപ്പം നമ്മുടെയും ഇതേപോലെ നമ്മളും പ്രാചീന ബർഹിഷ് രാജാവിൻ്റെ ആ സ്ഥാനത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കും പലപ്പോഴും പല നിർദ്ദേശങ്ങളും പാലിക്കാനോ അല്ലെങ്കിൽ പാലിക്കണമെന്ന് ഉള്ള ആഗ്രഹം വളർത്താനോ നമുക്ക് സാധിക്കാറില്ല. അപ്പം അത് നമുക്ക് മനസ്സിലായി, നമുക്ക് ആത്മീയ ഗുരുവിൽ പൂർണ്ണമായ വിശ്വാസം ഇല്ല, അതുകൊണ്ടാണ് നമുക്കത് പാലിക്കാനായിട്ട് പറ്റാത്തത്. അദ്ദേഹം നല്ല വ്യക്തിയാണ്, എൻ്റെ ഏറ്റവും അധികം സുഹൃത്താണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അബ്സല്യൂട്ടാണ്, അത് ഭഗവാനിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എന്നുള്ള പൂർണ്ണം നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇത് സാധിക്കാത്തത്. ശ്രീല പ്രഭുപാദിൻ്റെ ലീലാമൃതം നോക്കിക്കഴിഞ്ഞാലും പല ഉദാഹരണങ്ങൾ ഇതിനകത്തുണ്ട്. ശിഷ്യന്മാർക്ക് ഉള്ള ഉദാഹരണങ്ങൾ. പ്രഭുപാദിൻ്റെ ഒരു പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു പുരുഷോത്തമ ദാസ് എന്ന് പറഞ്ഞ പ്രഭു. അപ്പം അദ്ദേഹം പ്രഭുപാദിനെ ഡെയിലി സർവ് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് മൂൺ ലാൻഡിങ്, ചന്ദ്രനിൽ പോയ കാര്യങ്ങളും ആ കാര്യങ്ങളിൽ പ്രഭുപാദിൻ്റെ
ഇൻസ്ട്രക്ഷൻസും ഇതൊന്നും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം ഈ പ്രസ്ഥാനം വിട്ട് പോവുകയും ചെയ്തു. അപ്പം നമ്മൾ അടുത്തിരുന്ന് കേട്ടു എന്നതുകൊണ്ടാവില്ല, ഇദ്ദേഹം ഈ പറയുന്ന വ്യക്തി നിർവ്യാജനാണ്, ഇത് എൻ്റെ ഏറ്റവും ഉന്നതിക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ പ്രയോജനം ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ആരാണ് എൻ്റെ അഭ്യുദയകാംക്ഷി എന്ന് ഒരാൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വരുന്നതാണ്. ആരാണ് എൻ്റെ ശരിയായ വെൽവിഷർ എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നിടത്താണ് ഒരു ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് തുടങ്ങുന്നത്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ വന്നു ഈ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ഈ ക്ലാസ് സംസാരിക്കുന്നു, ഞാൻ പറയുന്നത് എല്ലാവരുടെയും അഭ്യുദയത്തിനാണ് എന്ന് പൂർണ്ണമായി ബോധ്യമുണ്ടെങ്കിലേ ഞാൻ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 1 മണിക്കൂർ ഭാഗവത ക്ലാസ് എന്നുള്ള ഒരു ചടങ്ങ് പോലെ നമുക്ക് ഇതിനകത്തിരിക്കും. നമ്മളിരിക്കുകയും അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുകയും കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുകയും ഒക്കെ ചെയ്തും നമ്മൾ അത് കഴിഞ്ഞ് പോകും. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റി നമുക്ക് ശരിയായ വിധത്തിൽ പ്രയോജനം വരണമെങ്കിൽ നമുക്ക് ആരാണ് നമ്മുടെ വെൽവിഷർ എന്ന് പൂർണ്ണമായിട്ട് ഒരു ബോധ്യമുണ്ടാകും. എങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം അതിന് നമുക്ക് എന്താ തടസ്സം നിൽക്കുന്നത് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് വ്യക്തികളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. പലരും നമ്മളെ ചതിക്കുകയും വഞ്ചിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് അവർ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ദുരുപയോഗം ചെയ്യുന്നു, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിൽ വളർന്നു വന്നിട്ടുള്ള നമുക്ക് ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയ ഗുരുക്കന്മാരും നമ്മളെ നയിക്കുന്ന ഭക്തന്മാരുമൊക്കെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അത് ജസ്റ്റ് ഒരു ടൈം പാസോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ എന്ന രീതിയിൽ മാത്രം നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ശരിയായ സ്ഥലവും എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റാത്തത്, അതിൽ നിന്ന് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ എടുക്കാനും സാധിക്കാത്തത്. ഇവിടെ പ്രാചീന ബർഹിഷിത് രാജാവിൻ്റെ ഉദാഹരണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം നാരദ മഹർഷി എൻ്റെ വെൽവിഷറാണ്, അഭ്യുദയകാംക്ഷിയാണെന്ന് അറിയാം. പക്ഷേ ആ നാരദ മഹർഷിയുടെ ഇൻറ്റൻഷൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് ഇത് എടുക്കാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെയും അവസ്ഥ. നമുക്കും ആത്മീയ ഗുരു നമ്മുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹായിയാണ്, സഹായിയല്ല, നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ അത് അറിയാതെ ഇരിക്കാം. ഇനി അറിയാവുന്നവർക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, ആരാണ് എൻ്റെ അഭ്യുദയം, പലർക്കും ഇപ്പോൾ പുതിയതായിട്ട് വന്ന വ്യക്തികൾക്ക് അത് ചിലപ്പോൾ അത് അറിയത്തില്ലായിരിക്കും ആരാണ് എൻ്റെ അഭ്യുദയകാംക്ഷി എന്ന്. ഇനി നമ്മൾ ദീക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആധ്യാത്മിക ആചാരനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം നമ്മുടെ അഭ്യുദയകാംക്ഷിയാണ്. പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നതെന്ന് ആ എസെൻസ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെയും നമ്മൾ പുരോഗതിക്ക് തടസ്സം നേരിടും. അപ്പം ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വശം എന്ന് പറഞ്ഞാൽ എൻ്റെ വെൽവിഷർ ആരാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുകയും ആ വെൽവിഷറിന് എന്താണ് അദ്ദേഹത്തിൻ്റെ മനോഭാവം, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിലാണ് ഒരു ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തെ തിരിച്ച് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തിയോ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന വ്യക്തികൾ ശരിയായ നിർദ്ദേശപ്രകാരം എന്നെ നയിക്കുന്നുണ്ട്, ആ വ്യക്തികളുടെ ഉദ്ദേശം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പുരുഷോത്തമ പ്രഭുപാദ് തൻ്റെ വെൽവിഷറാണെന്ന് മനസ്സിലായി, പക്ഷെ പ്രഭുപാദിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനം വിട്ടുപോകേണ്ടി വന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഉറച്ചൊരു ഡിസിഷൻ, നമ്മുടെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ കൺവിക്ഷൻ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് നമ്മളെ
ഞാൻ ആദ്യമേ പറഞ്ഞു, അതിന് നമുക്ക് തടസ്സം, നമുക്ക് ഇത്രയും നാളായിട്ട് നമ്മൾ പല പല ആൾക്കാരുമായിട്ട് ഇടപഴകി, നമ്മൾ ഒരുപാട്, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, പല പല വാഗ്ദാനങ്ങളുമായിട്ട് പോയവർ പല വാഗ്ദാനങ്ങളും പാലിക്കുന്നില്ല. അപ്പം നമുക്ക് തന്നെ 100% ഞാൻ ഈ വ്യക്തിയെ പിന്തുടരുന്നു എന്ന് നമുക്ക് തന്നെ, നമ്മളിപ്പം നമുക്കൊരു രാഷ്ട്രീയ നേതാവുണ്ട്, അദ്ദേഹത്തെ പിന്തുടരുന്നെങ്കിലും നമ്മുടെ 100% ആ വ്യക്തിയെ നമ്മൾ പിന്തുടരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴും നമുക്ക് ആ വ്യക്തിയിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാകും. ഈ സംശയങ്ങൾ നമ്മളെ ആത്മീയ ജീവിതത്തിൽ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കും. അപ്പം നമുക്ക് ശരിക്കും കൺവിക്ഷനാണ് ഒരാളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഉറച്ച ഒരു വിശ്വാസം, ഒന്നിലും ഇളകാത്ത വിശ്വാസം. ശ്വേതശേഖരോപനിഷത്തിൽ പറയുന്നു, യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരു തസ്യതേ കവിതാഹി അർത്ഥ പ്രകാശന്തേ മഹാത്മന. ഏതൊരു വ്യക്തിക്കാണ് ഗുരുവിലും കൃഷ്ണനിലും അചഞ്ചലമായ വിശ്വാസമുള്ളത്, ആ വ്യക്തിക്കാണ് എല്ലാ വൈദിക ശാസ്ത്രങ്ങളും സ്വയം വെളിവായി വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഇത്രയും കാലം മുൻകാലത്തിൽ നമ്മൾ ചെയ്തു വന്ന പ്രവൃത്തികളും അതിൽ നമുക്ക് കിട്ടിയ ഓരോ ചിന്തകളും നമ്മുടെ ചിന്താസരണികളും എല്ലാമാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസം. നമുക്ക് ആത്മീയ ജീവിതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം, അല്ലെങ്കിൽ ഈശ്വരൻ കൃഷ്ണൻ പറയുന്ന ഭഗവത്ഗീതയിൽ പറയുന്നത് പൂർണ്ണമാണ്, അത് എൻ്റെ ഏറ്റവും നല്ലതിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആ പൂർണ്ണ വിശ്വാസം കൊടുക്കാൻ തടസ്സം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മൾ പറഞ്ഞു, ആത്മീയ ഗുരുവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, എങ്കിൽ മാത്രമേ അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആത്മീയപരമായിട്ട് പുരോഗതി കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഇൻറ്റൻഷനും അയാൾ എൻ്റെ വെൽവിഷറുമാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മളെ തടസ്സം ചെയ്യുന്നത്, ഇത്രയും നാള് നമ്മൾ ഭൗതികപരമായ കാര്യങ്ങളുമായിട്ട് ഇടപഴകി അവരുമായിട്ടുള്ള ഇടപഴകലിൽ നമുക്ക് വന്ന മോഹഭംഗങ്ങളും എല്ലാം കൊണ്ടാണ് നമുക്ക് ആ വിശ്വാസക്കേടുണ്ടാകുന്നത്. ആ വിശ്വാസമില്ലായ്മ മാറ്റുക എന്നുള്ളതാണ് ഒരു ആത്മീയ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പലപ്പോഴും നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്നു, ഇതിൻ്റെ ഒഴുക്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആ ബേസിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, കൃഷ്ണനുണ്ടോ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ദൈവമാണോ, അദ്ദേഹം പറയുന്നത് ശരിയാണോ, അദ്ദേഹത്തിനെ പിന്തുടർന്ന വ്യക്തികൾ അദ്ദേഹത്തിനെ ശരിക്കും പിന്തുടരുന്നുണ്ടോ, അവർ പറയുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിനാണോ, ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്നു, ചിലപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞു, ദീക്ഷയെടുത്തു, വളർന്നു, അങ്ങനെ പോവുകയും, പക്ഷെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശരിക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതാണ് പല പല ശിഷ്യന്മാരും, ശീല പ്രഭുപാദിൻ്റെ ഏകദേശം 5000-ഓളം ശിഷ്യന്മാരുണ്ട് പ്രഭുപാദ്. പറയുമ്പോൾ വേദനാജനകമാണ്, പക്ഷെ ഏകദേശം 1000-ഓളം പേരെ പ്രഭുപാദിന് ശേഷം ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ടുണ്ട്. ബാക്കി 4000-ഓളം പേരും ഈ പ്രസ്ഥാനം വിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം എന്താണ് ആത്മീയ ഗുരു എൻ്റെ വെൽവിഷറാണോ, അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്താണ്, അദ്ദേഹം പറഞ്ഞു തരുന്നത് ഈശ്വരൻ പറയുന്ന കാര്യങ്ങളാണോ, ഈശ്വരൻ യഥാർത്ഥത്തിലുണ്ടോ, അദ്ദേഹം ശരിക്കും നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടോ, അതനുസരിച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ഉറയ്ക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉറയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലും പലപ്പോഴും പല ആൾക്കാർ വരാറുണ്ട്, അവർക്ക് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുകളും എല്ലാം നേരിടാറുണ്ട്. ഈ ചെറിയ ചെറിയ ഉപരിപ്ലവമായിട്ടുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ യഥാർത്ഥ സാധന അല്ലെങ്കിൽ ഭക്തിഗത പ്രക്രിയ പോലും ചിലപ്പോൾ വിട്ടുകളയും. അപ്പം ഈ കൺവിക്ഷനാണ് ഏറ്റവും ആദ്യം ഒരു വ്യക്തിക്ക് വരേണ്ടത്. ഞാൻ പോകുന്ന വഴി ശരിയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം, അതിലേ ഉത്സാഹവും കിട്ടത്തുള്ളൂ. ഞാനിപ്പം തിരുവനന്തപുരത്തേക്ക് പോകാൻ ഈ NH വഴി ഇങ്ങനെ പോകാം എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ സ്പീഡിൽ കാർ ഓടിച്ച് പോകാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പോകുന്ന വഴി തിരുവനന്തപുരം അവിടെ എത്തത്തില്ല എന്നാണ് എൻ്റെ
ചിന്താഗതി അല്ലെങ്കിൽ അത് എത്തുമോ എന്ന് സംശയമുണ്ടെങ്കിൽ ഞാൻ ഓരോ വളവിലും നിർത്തി പതുക്കെ അവിടോട്ട് പോകണോ ഇവിടോട്ട് പോകണോ എന്ന് സംശയിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. പക്ഷെ എനിക്ക് അവിടെ എത്തും എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വളരെ സ്പീഡായിട്ട് പോകാൻ പറ്റും. അപ്പം നമ്മുടെ സാധനയ്ക്കും നമ്മുടെ ആത്മീയ പുരോഗതിക്കും തടസ്സം ഉണ്ടാക്കുന്നത് ഈ സംശയങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, ഇവരെന്തെങ്കിലും ഉദ്ദേശത്തിനാണോ പറയുന്നത്, ഇവരുടെ ചിന്താഗതി മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ, അവർക്കെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ ഈ വ്യക്തികൾ ഇത് പറയുന്നത്, ഇങ്ങനെയുള്ള സംശയങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ. ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദിൻ്റെ ഇൻറ്റൻഷൻ, അദ്ദേഹത്തിൻ്റെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ പുസ്തകങ്ങളും ഈ പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ എല്ലാം നൽകിയത് എന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഉറച്ച ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാതയിൽ സേഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് ശത്രുക്കളായിട്ട് നിൽക്കും. കുറച്ച് പോകുമ്പോൾ അവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറി, അവരെന്തുകൊണ്ട് എന്നെ അങ്ങനെ നോക്കി, അവരെന്തുകൊണ്ട് ഈ രീതിയിൽ എന്നോട് സംസാരിച്ചു, അവരെന്തിനാണ് ഇപ്പോൾ ഈ നിർദ്ദേശം എന്നോട് പറയുന്നത്, അവരെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഈ നിർദ്ദേശം പറയുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് സംശയങ്ങളും, നമ്മുടെ പാത ഒരിക്കലും സ്റ്റഡിയാവുകയില്ല. നമ്മൾ എപ്പോഴും വേവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് കാര്യം, ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, നമ്മൾ LKG UKG 1ാം സ്റ്റാൻഡേർഡ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 10ാം സ്റ്റാൻഡേർഡ് ആവും, നമ്മൾ അത് കഴിഞ്ഞിട്ട് പ്രീ DD ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഡിഗ്രി എടുത്ത് നമുക്ക് ജോലി കിട്ടും. ഈ ഒരു അച്ഛനും അമ്മമാർ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ കുട്ടി അതേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ യഥാർത്ഥ അഭ്യുദയകാംക്ഷി എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കുകയും ചെയ്യും. അതിന് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം. അതൊരിക്കലും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളെ തന്നെയാണ് താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്തൊക്കെ സംശയങ്ങളുണ്ടോ ഒരു വ്യക്തി അത് ചോദിക്കണം. ആത്മാർത്ഥമായിട്ട് ആ സംശയങ്ങൾ ഭഗവാൻ നിവർത്തിച്ചു തരും. ഭഗവാന്റെ അടുത്തേക്ക് വരാൻ, എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് വരാൻ ഭഗവാന് വളരെയധികം ആഗ്രഹമുള്ളതാണ്. അപ്പം ആ ഭഗവാൻ തീർച്ചയായിട്ടും ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ നമ്മുടെ എല്ലാ സംശയങ്ങളും തീർത്തു വരും. അത് നമ്മൾ ആ എന്തൂസിയാസ് ആയിട്ട് നമ്മൾ ആ സംശയങ്ങൾ തീർക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ ഏറ്റവും നല്ല വെൽവിഷറാണ്. അപ്പം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരണം, എനിക്ക് ഭഗവാന്റെ അടുത്ത് പരിശുദ്ധ ഭക്തി കിട്ടണം എന്ന് നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥതയാണെങ്കിൽ അതിനുള്ള എല്ലാ സംശയങ്ങളും ഭഗവാൻ തീർത്തു തരികയും നമുക്ക് എല്ലാവിധ സ്പിരിച്വൽ ഹെൽപ്പും ഭഗവാൻ തരികയും ചെയ്യും. ആദ്യം ഈ ഭഗവാനുള്ള ശ്രീല പ്രഭുപാദിൻ്റെ അടുത്ത് ഒരു വട്ടം ഒരു ശിഷ്യന്മാർ ചോദിച്ചു. ഒരു ശിഷ്യൻ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. GBC അത് ചെയ്തു, GBC ഇത് ചെയ്തു, അവർ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ പല കാര്യങ്ങൾ ശിഷ്യൻ പ്രഭുപാദിനെ കാണുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ പ്രഭുപാദ് പറയും, അദ്ദേഹം പറയും, എനിക്ക് പ്രഭുപാദിൽ മാത്രമേ വിശ്വാസമുള്ളൂ, ഈ ഭക്തന്മാരിൽ ആരെയും വിശ്വാസമില്ല. പിന്നെ പ്രഭുപാദ് അദ്ദേഹത്തിനോട് പറയും, എന്നെയും വിശ്വസിക്കണ്ട, നീ കൃഷ്ണനെ വിശ്വസിച്ചാൽ മതിയെന്ന് പ്രഭുപാദ് ആ ശിഷ്യനോട് പറഞ്ഞു. അപ്പം ആ ഈ ബേസിക് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കൺവിൻസ്ഡ് ആയിരിക്കണം. ഏതൊരു വലിയ നിരീശ്വരവാദി വന്ന് നമ്മളോട് സംസാരിച്ചാൽ പോലും അതിന് ലോജിക്കലായിട്ട് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ഇസ്കോണിൽ പോകുന്നു, അതിലെന്ത് ചെയ്യുന്നു, ഉടനെ നമ്മളോട് ആരെങ്കിലും ഒരു തർക്കം ചോദിച്ച് എന്തുകൊണ്ടാണ് അത് ചെയ്തത്, കൃഷ്ണൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, കൃഷ്ണൻ എന്തുകൊണ്ടാണ് മറ്റ് സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാതെ അതിനെ നേരിട്ട് ശരിയായ രീതിയിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള കൺവിക്ഷൻ നമുക്ക് വരണം. ആ ഒരു ഭഗവാൻ പറയുന്നത് പൂർണ്ണമായി സത്യമാണ് എന്ന് പൂർണ്ണമായുള്ള ബോധ്യമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഭഗവാൻ തന്നെ നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് ആധ്യാത്മിക ആചാര്യന്മാരും ശ്രീല പ്രഭുപാദും ഈ പ്രസ്ഥാനവും ഉണ്ട്. ഈ പറയാൻ കാരണം, ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് പറയാൻ കാരണം, പ്രാചീന ഭവിഷ്യത്തിന് നാരദ മഹർഷി പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ സംശയങ്ങളുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇനി വരുന്ന ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രാചീന മഹർഷി പൂർണ്ണമായിട്ടിത് മനസ്സിലാക്കുകയും നാരദ മഹർഷി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വളർച്ചാ ഘട്ടത്തിൽ ഒരു
ഒരു ഘട്ടമായതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം നമ്മളും ഇതേ പൊസിഷനിലാണ് പലപ്പോഴും. നമ്മളൊക്കെ ചിലപ്പോൾ ഈ തിലകമിടുന്നുണ്ടാവും, വസ്ത്രധാരണങ്ങൾ ചെയ്യുന്നുണ്ടാവും, നാമം ജപിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിലും ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങൾ തീർത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്ന വഴി. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തീജ്ഞാനം ജ്ഞാനിനാസ് തത്വദർശിന. ആത്മീയ സാക്ഷാത്കാരം അതിലേക്ക് വന്ന് ഭക്തന്മാരെ കണ്ടിട്ട്, ആധ്യാത്മിക ആചാര്യന്മാരെ കണ്ടിട്ട് നമ്മൾ എളിമത്തത്തോടുകൂടി, ചലഞ്ചിങ് മോഡിലല്ല, എളിമത്തത്തോടുകൂടി സേവന മനോഭാവത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുകയും അത് നമ്മുടെ കൺവിക്ഷൻ എടുക്കും. യഥാർത്ഥത്തിൽ ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ ഇതാണ്. 3 തലത്തിലാണ് ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ നമ്മൾ വയ്ക്കേണ്ടത്. ഒന്ന്, സേവന മനോഭാവത്തോടുകൂടി നമ്മൾ അവരെ സെർവ് ചെയ്യണം. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുമ്പം അവരെ എങ്ങനെ അവരുടെ ആത്മീയ ജീവിതത്തിന് സഹായിക്കുന്ന രീതിയിൽ നമ്മൾ സെർവ് ചെയ്യണം. പിന്നെ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവ, എളിമത്തത്തോടു കൂടി വേണം നമ്മൾ പോകാനായിട്ട്. ചലഞ്ചിങ് മോഡിലല്ല പോകേണ്ടത്. ശ്രീ കൃഷ്ണ ബലറാം കി ജയ്, ശ്രീ ഗോവിന്ദായ കി ജയ്. ഒരു ചലഞ്ചിങ് മൂഡിലല്ല നമ്മൾ പോകേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. നമുക്ക് നമ്മളിവിടെ ഈ പ്രസ്ഥാനത്തിൽ വന്നു, ഭക്തന്മാരുമായിട്ട് നമുക്ക് ഇടപെടലുണ്ട്. അവരുടെ പല പല ഭൗതിക കാര്യങ്ങളും നമ്മൾ ചോദിക്കാം. നിങ്ങളെങ്ങനെ ഇന്ന് ജോലിക്ക് പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് സുഖമാണോ, ജോലി നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ഭക്തന്മാരുമായിട്ട് ചോദിക്കാം. അതൊക്കെ ഭൗതിക ലോകത്തിലുള്ള ബോണ്ടിങ് ആണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന, ജോലിക്ക് പോകുന്നത്, നമുക്ക് ആരോഗ്യം ശരിയാണോ, ഇതെല്ലാം എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിലൊന്നും നമുക്ക് ഒരു ഭക്തനുമായിട്ട് അധികം ബോണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഭക്തനുമായിട്ട് റിയലി ബോണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് ചോദിക്കണം. ഭഗവാനെക്കുറിച്ച് പറയാനും ഭഗവാനെക്കുറിച്ച് കേൾക്കാനും ഭക്തന്മാർക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ആരാണോ ഭഗവാനെക്കുറിച്ചും ഭക്തന്മാരെക്കുറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിക്ക് ഒരുപാട് കാരുണ്യം ഭക്തന്മാരിൽ നിന്ന് കിട്ടുകയും ആ കാരുണ്യം ഉപയോഗിച്ച് അയാൾക്ക് വളരുകയും ചെയ്യും. അതാണ് ഇവിടെ പ്രാചീന മഹർഷിയും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഇത്. അവിടെ എങ്ങനെയുണ്ട്, രാജ്യഭരണം നല്ലതാണോ, അവിടെ എല്ലാവർക്കും വെള്ളം എത്തുന്നുണ്ടോ, കുടിവെള്ളം എത്തുന്നുണ്ടോ എന്നൊന്നുമല്ല നാരദ മഹർഷി ചോദിച്ചത്. അത് ആത്മീയപരമായ കാര്യങ്ങളാണ് ചോദിച്ചത്. എത്രത്തോളം ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും പരസ്പരം ചർച്ചയും ചെയ്യുമ്പോൾ അത്രത്തോളം ഭക്തന്മാർ തമ്മിലുള്ള ബന്ധവും അത്രത്തോളം ഊട്ടി ഉറക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ സാക്ഷാത്കാരങ്ങൾ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. പ്രഭുവിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വെൽവിഷറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം പക്ഷേ അത് ഫോളോ ചെയ്യണം. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ വെൽവിഷറിനെ തിരിച്ചറിയുന്നതെന്നാണ് പ്രഭുവിൻ്റെ ചോദ്യം. എങ്ങനെയാണ് നമ്മുടെ അഭ്യുദയകാംക്ഷി അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ഗുരുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രഭുവിൻ്റെ ചോദ്യം. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് ഒരുപാട് ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട്, ഒരുപാട് ഭക്തന്മാരുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. അപ്പം അതൊരു ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യനാണ്, വളരെ നല്ലൊരു ചോദ്യവുമാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മുടെ വെൽവിഷർ ആരാണെന്ന്, ഫസ്റ്റ് വെൽവിഷർ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. നമ്മുടെ ഫസ്റ്റ് വെൽവിഷർ ഭഗവാനാണ്. ഭഗവാനാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ വെൽവിഷർ. യഥാർത്ഥത്തിൽ നമ്മുടെ സംസരതവനാല പാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞാൽ ഒരു മേഘം പോലെയാണ്. അത് പക്ഷെ മേഘത്തിന് വെള്ളം കിട്ടുന്ന സമുദ്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. സമുദ്രം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ഈ ബ്ലേസിങ് എക്സിസ്റ്റൻസ്, ബ്ലേസിങ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഫയറിൽ നമ്മൾ കൊണ്ടുപോയി ഫയർഫോഴ്സിൽ പോയി വെള്ളം ഒഴിച്ചാൽ അത് കിടത്തില്ല. പക്ഷെ മഴയുണ്ടെങ്കിൽ എല്ലാം കെടും. അതേപോലെ ഇത് സംസ്കൃതവനാല പാട്ടിൻ്റെ ആദ്യത്തെ വരിയിൽ പറയുന്നത്, നമ്മുടെ
വളരെയധികം അഗ്നിയിൽ പെട്ട് കിടക്കുകയാണ്, ജനനമരണ വാർദ്ധക്യ രോഗങ്ങളിൽ പെട്ട് കിടക്കുകയാണ് നമ്മൾ. അങ്ങനെയുള്ള നമുക്ക് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് സൊല്യൂഷൻസ് പറ്റത്തില്ല. നമുക്ക് വേഗം വരിക തന്നെ വരണം. വേഗം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗുരുവാണ്. ആധ്യാത്മിക ഗുരു പൂർണ്ണമായിട്ട് ആ മഴ പെയ്യിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുള്ളൂ. പക്ഷേ ഈ ആധ്യാത്മിക ഗുരുവിന് വെള്ളം എവിടുന്നാണ് കിട്ടുന്നത്? ആധ്യാത്മിക ഗുരുവിന് വെള്ളം കിട്ടുന്നത് ആ സമുദ്രത്തിൽ നിന്നാണ്, ഭഗവാനിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ആ കാരുണ്യം വരുന്നത്, കാരുണ്യത്തെ വഹിക്കുന്ന വ്യക്തിയാണ് ആത്മീയ ഗുരു. പക്ഷെ ആ കാരുണ്യം വരുന്നത് എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ വെൽവിഷർ ഭഗവാനാണെന്ന് മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് അവിടുത്തെ പരിശുദ്ധ ഭക്തി കിട്ടണമേ, എനിക്ക് അവിടുത്തെ പരിശുദ്ധമായി സ്നേഹിക്കാൻ പറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിക്ക് വെളിവായി തരും. അദ്ദേഹത്തിന് ആധ്യാത്മിക ഗുരുവിനെ കിട്ടും, അദ്ദേഹത്തിന് സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തികളുടെ സമ്പർക്കം കിട്ടും, ഇതെല്ലാം അദ്ദേഹത്തിന് കിട്ടും. അതിന് ഫസ്റ്റ് നമ്മൾ ഭഗവാനാണ് നമ്മുടെ വെൽവിഷർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എനിക്ക് അവിടുത്തെ പാതാരബന്ധങ്ങളിൽ അഭയം തേടാൻ ആഗ്രഹമുണ്ട്, അങ്ങ് എനിക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം തീർച്ചയായിട്ടും ഭഗവാൻ അങ്ങനൊരു വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ നമ്മളെ എത്തിച്ചു തരും. നല്ലൊരു ചോദ്യമാണ് ബാജി ചോദിച്ചത്. ആത്മീയ ഗുരുവിൻ്റെ ആയിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചത്. പലപ്പോഴും ആത്മീയ ഗുരുക്കന്മാർ നമ്മൾ നേരിട്ട് കാണണം എന്നില്ല. അവർക്ക് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമി ഒട്ടാകെ അവർക്ക് പ്രചരണം ചെയ്യാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം അവർക്ക് കുറച്ച് സമയമേ ഈ സ്ഥലങ്ങളിലൊക്കെ വരാനും നമ്മളോട് സംസാരിക്കാനും നമ്മളോട് ഇത് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. പക്ഷെ അവരുടെ വാണി എപ്പോഴും നമുക്കുണ്ട്, നിർദ്ദേശങ്ങൾ. നമുക്ക് ആത്മീയ ഗുരുക്കന്മാരുടെ ലെക്ചേഴ്സ് അത് നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റും. അവരെന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റും. അവരുടെ മുതിർന്ന ശിഷ്യന്മാരിൽ നിന്ന് അവരുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇത് നമ്മൾ ചെയ്യണം. നമുക്ക് ഗുരുവിൻ്റെയൊക്കെ പ്രണാമന്ത്രം കിട്ടുമ്പം നമ്മൾ പറയാറുണ്ട് 3 വട്ടമെങ്കിലും ഒരു ദിവസം പ്രണാമന്ത്രം പറയുക. പിന്നെ ഏറ്റവും ഇത് ഒരു വഴി മാത്രം, ഈസി വഴിയാണ് പറഞ്ഞത്, കേൾക്കുക, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക, സ്പിരിച്വൽ മാസ്റ്ററിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. രണ്ടാമതല്ല, ഇതാണ് ഫസ്റ്റ് വഴി. ആ നിർദ്ദേശങ്ങൾ, നമ്മൾ കേട്ട നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക. ഇപ്പം ശീല പ്രഭുപാദിനോട് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് 1922 അൾട്ടഡങ്ക അവിടെ വച്ചിട്ട് പ്രഭുപാദ് പറഞ്ഞത്, നീ ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ കൃഷ്ണാബോധം പ്രചരിപ്പിക്കുക. ശീല പ്രഭുപാദ് ഏകദേശം ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിനെ ഏകദേശം 10 വട്ടത്തിൽ കൂടുതൽ കണ്ടിട്ടില്ല. പക്ഷേ എപ്പോൾ കാണുമ്പോഴും ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ഈ ഒരു നിർദ്ദേശത്തിന് പ്രാധാന്യം കൊടുത്താണ്. എപ്പോഴൊക്കെ നിനക്ക് പൈസ കിട്ടുന്നുണ്ടോ നീ ബുക്സുകൾ പ്രിന്റ് ചെയ്യുക, നിർദ്ദേശം കൊടുക്കുക. ഇതൊക്കെ ഈ 2 നിർദ്ദേശങ്ങൾ പ്രഭുപാദ് അതിനെ മെഡിറ്റേറ്റ് ചെയ്തു. അതെങ്ങനെ പാലിക്കും എന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ പ്രഭുപാദിന് തൻ്റെ 22 കണ്ടു, പക്ഷേ 65 അത് പൂർണ്ണമായിട്ട് പാലിക്കാൻ പറ്റിയത്. 22 65 തമ്മിൽ ഏകദേശം 43 വർഷത്തിന് വ്യത്യാസമാണ്. അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രഭുപാദിനെ പാലിക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും സ്പിരിച്വൽ മാസ്റ്റർ പറഞ്ഞ നിർദ്ദേശങ്ങൾ എനിക്ക് പാലിക്കണം എന്നുള്ള അത് നമുക്ക് കൺവിക്ഷൻ ഉണ്ടാക്കും. അത് ശ്രമിച്ചാൽ നമുക്ക് കൺവിക്ഷൻ കൂടുകയും ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് ഒരു കെമിസ്ട്രി ക്ലാസ്സിൽ ടീച്ചർ പറയുന്നു 2 പാർട്ട് ഹൈഡ്രജനും 1 പാർട്ട് ഓക്സിജനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വാട്ടർ മോളിക്യൂളാണെന്ന് പറയുന്നു. പക്ഷേ അത് നമ്മൾ കേട്ടു, പഠിച്ചു, ബുക്ക് അടച്ചു വെച്ചു, നമ്മൾ ആ വിശ്വാസമുണ്ട്, ടീച്ചറാണ് പറയുന്നത്, വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളെ ടീച്ചർ അത് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി അത് ചെയ്ത് കാണിച്ച് വാട്ടർ മോളിക്യൂൾ കിട്ടുമ്പം നമുക്ക് വളരെയധികം കൺവിക്ഷൻ ഉണ്ടാകും. അപ്പം ഒന്ന് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ട്, അതാണ് ഈ പ്രാചീന മഹർഷി ചെയ്തത്. പ്രാചീന വർഷത്തിന് നാരദ മഹർഷി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി, പക്ഷെ അത് പ്രാവർത്തികമാക്കിയില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു? അയാൾ വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. ഇത് മനസ്സിലായില്ല, അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അയാൾ അത് കേട്ടുകൊണ്ടിരുന്നു. അതേപോലെ നമുക്കും ചെയ്യാം. നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ അത് നമ്മൾ ഒരു സാധന പോലെ അത് കേട്ടുകൊണ്ടിരിക്കുക.
കുറച്ചും കൂടെ എളുപ്പ വഴി അല്ലെങ്കിൽ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു ചെറിയ നിർദ്ദേശമായിരിക്കും. ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ നിർദ്ദേശം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇപ്പം നമ്മൾ ജപിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി വരും. അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. ഈ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഒരു ഭക്തൻ എങ്ങനെയാണ് വിളമ്പുന്നത്, ഭക്തൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ പതുക്കെ അത് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അല്ലാതെ നമ്മളൊരു സിനിമ കാണുന്നത് പോലെ മാറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് പറ്റില്ല. ചെറിയ ചെറിയ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, അതിൽ ഓരോ ആൾക്കാർ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും അതിൽ ശരിയും തെറ്റും ഉണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബുക്സുകൾ വായിക്കുകയും ചെയ്യണം. ഇപ്പോൾ ബുക്സുകൾ വായിക്കുക, റെഗുലറായിട്ട് കേൾക്കുക, അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത് 3 കാര്യങ്ങൾ. പ്രഭുപാദ് ഒരു ലെറ്ററിൽ ഒരു ഈസി ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇഫ് യു സിംപ്ലി റീഡ്, ചാൻറ്റ് ആൻഡ് പ്രീച്ച്. വായിക്കുക, ജപിക്കുക, പ്രീച്ച് ചെയ്യുക. ഇത് ചെയ്യുമ്പം നമുക്ക് ആ വിശ്വാസം കൂടാനായിട്ട് പറ്റും. ഒരാൾ പ്രീച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രീച്ച് ചെയ്യണമെങ്കിൽ വായിക്കണം, ജപിക്കണം. അല്ലാതെ നമുക്ക് ഞാൻ ബുക്ക് വായിക്കുന്നുമില്ല, ഞാൻ ജപിക്കുന്നുമില്ല, എനിക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാം ജപിക്കണം എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം പ്രീച്ച് ചെയ്യണമെങ്കിൽ നമുക്കിത് രണ്ടും വേണം. പ്രീച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് ധൈര്യവും കൂടെ വേണം. ഇപ്പം നമ്മളിപ്പോൾ പുറത്തിറങ്ങി ഭഗവാനാണ്, ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് ചോദിച്ചാൽ 100% ആൾക്കാരും അത് അംഗീകരിക്കത്തില്ല. വളരെ കുറച്ച് പേരെ അംഗീകരിക്കത്തുള്ളൂ. ബാക്കി എല്ലാവരും അതിന് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നേരിടാനുള്ള ധൈര്യം ഒരു വ്യക്തിക്ക് വേണം. ആ ധൈര്യത്തോടു കൂടി ഒരു വ്യക്തി നിന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഭഗവാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു കറേജും നമുക്കൊരു ഭക്തന്, സാധന ചെയ്യുന്ന ഒരു ഭക്തന് വേണം. നമുക്ക് ജപിക്കണം, വായിക്കണം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഈ ഒരു എന്തൂസിയാസം, ഈ കറേജ് ഒരു ഭക്തൻ കാണിക്കുകയാണെങ്കിൽ അവർക്ക് ആ വിശ്വാസവും ഇതും കൂടി. വളരെ വളരെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും ദീക്ഷ എടുക്കുന്നത് വരെ നമ്മൾ ക്ഷേത്രാധികാരികൾക്കൊക്കെ ഒരു കൺവിക്ഷൻ വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യും. വൺസ് ദീക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ സെറ്റിലായി കഴിഞ്ഞു, ഇനി എനിക്ക് അതൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു മാറി നിൽക്കുന്ന ഒരു മനോഭാവം ചിലപ്പോൾ നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പം അത് എങ്ങനെ അത് കൂട്ടാൻ പറ്റും എന്നാണ് മാതാജി ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷാ കോൺട്രാക്റ്റാണ്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷാ കോൺട്രാക്റ്റാണ്. ഞാൻ ഈ വ്യക്തിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ പാലിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ഭഗവാന് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഇദ്ദേഹവുമായിട്ടൊരു കരാർ ഏർപ്പെടുന്നു എന്നതാണ് ദീക്ഷ എന്ന് പറഞ്ഞാൽ. ഒരു ശിക്ഷാ കോൺട്രാക്റ്റാണ്. നമ്മൾ ഇനിഷ്യേഷൻ, അതുകൊണ്ടാണ് അതിന് ഇനിഷ്യേഷൻ എന്ന് പറയുന്നത്, തുടക്കം എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഞാൻ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ തീർന്നു, അത് കഴിഞ്ഞാൽ ഞാൻ ഫിക്സ്ഡ് ആയി കഴിഞ്ഞു, ഇനി എനിക്ക് തിരിച്ച് അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുകയാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. അപ്പം ആ ശിക്ഷ എടുക്കുക, ഞാൻ ഈ വ്യക്തിയിൽ ഇന്ന ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ഞാൻ ദീക്ഷ എടുത്ത് അദ്ദേഹത്തിനെ എൻ്റെ ആത്മീയ ഗുരുവായിട്ട് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പ്രോമിസ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ദീക്ഷ. വിവാഹം ചെയ്യുന്ന പോലെ, വിവാഹം എന്ന് പറഞ്ഞാൽ ഈ പുരുഷനും ഈ സ്ത്രീയും കൂടെ ഒരുമിച്ച് ജീവിക്കാം എന്ന പ്രോമിസാണ് ചെയ്യുന്നത്. അത് പ്രോമിസ് ചെയ്തിട്ട് പിന്നെ അവർ ഒന്നും ചെയ്തില്ലെങ്കിലോ,
അത് ഒരർത്ഥമില്ലാത്ത പ്രോമിസാണ്. അതേപോലെ ദീക്ഷയും അത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രോമിസ് കൊടുക്കുകയാണ്, ഗുരുവിൻ്റെയും കൃഷ്ണൻ്റെയും അഗ്നിയുടെയും എല്ലാം സാക്ഷിയിൽ ഞാൻ ഈ പറയുന്ന വ്യക്തി പറയുന്ന നിർദ്ദേശങ്ങൾ ഞാൻ പാലിക്കാം, അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ കൊണ്ടുവരാമെന്ന് ഞാൻ അവിടെ പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോമിസ് എടുത്തിട്ട് നമ്മൾ അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം, എങ്കിലേ അതിൽ ചേഞ്ച് വരത്തുള്ളൂ, നമുക്ക് പുരോഗതി ഉണ്ടാകത്തുള്ളൂ. ദീക്ഷ എടുത്തുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയും തിരിച്ച് ആത്മീയ ലോകത്തിൽ പോകാനായിട്ട് പോകുന്നില്ല. പലപ്പോഴും ചില ഇത് ട്രഡീഷനിലുള്ള ആൾക്കാർ പറയാറുണ്ട്, ഇന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ആത്മീയ ലോകത്തിൽ പോകും. ആത്മീയ ലോകത്തിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ആത്മീയ ലോകത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആത്മീയ ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഭഗവാനോടുള്ള ആ സേവന മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഭഗവാൻ മായാദേവിയുടെ ഈ ഒരു രാജ്യത്ത് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ആ സേവന മനോഭാവം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഏറ്റവും വലിയ രീതിയിൽ നമുക്ക് നിർദ്ദേശം നൽകുന്നത് ആത്മീയ ഗുരുവാണ്. അപ്പോൾ ആത്മീയ ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചത് അദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മുടെ സേവന മനോഭാവത്തെ റിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ആത്മീയ ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചത്. അപ്പം ദീക്ഷ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ യഥാർത്ഥ ഉദ്ദേശം പ്രാവർത്തികമാക്കുന്നില്ല. അപ്പം നമ്മൾ ദീക്ഷ എടുത്തുന്നൊരു സ്റ്റാറ്റസ് സിമ്പൽ കിട്ടും. ഇപ്പം ഒരാൾ ഡോക്ടറിനൊക്കെ പഠിച്ചിട്ട് ഡോക്ടർ എന്നുള്ളൊരു സിമ്പൽ കിട്ടും. പക്ഷെ അയാളതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിലോ അയാൾക്കും ഒരു പ്രയോജനം ഇല്ലാതാവും. അപ്പം ദീക്ഷ എടുത്തു, ഞാൻ ഇന്ന ദാസാണ്, ഇതാ ദാസിയാണ് എന്ന പേരിൽ കാര്യമില്ല. അത് കഴിഞ്ഞ് നിർദ്ദേശങ്ങൾ പാലിച്ച്, ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഹൃദയത്തിൻ്റെ മാറ്റത്തിലാണ് നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് പോകുന്നത്. ഹൃദയത്തിൻ്റെ മാറ്റത്തിലാണ് പോകുന്നത്. ഹൃദയത്തിൽ ആ ചേഞ്ച് വന്ന് ആരോടും അസൂയയോ ആരോടും വിദ്വേഷമോ എല്ലാവരോടും ഒരേ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റിയിലൂടെ എല്ലാവരും ഒത്തൊരുമയോട് ഭഗവാനെ സ്നേഹിക്കണം, സേവിക്കണം എന്ന ആ ഒരു മാറ്റത്തിലാണ് ഒരു വ്യക്തിക്ക് ആത്മീയ ലോകത്തിൽ പോകാനായിട്ട് സാധിക്കുന്നത്. അതിന് നമ്മളെ ഏറ്റവും സഹായിക്കുന്ന കാര്യം സേവനമാണ്. സേവനത്തിൽ നമ്മൾ ഒറ്റയ്ക്കൊരു സേവനം ചെയ്യാൻ പറ്റത്തില്ല. ഈ ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, നമുക്ക് എല്ലാവരും കൂട്ടായി ചെന്നാലേ പറ്റുള്ളൂ. അപ്പം നമ്മളെ നിയന്ത്രിക്കാൻ ആൾക്കാരുണ്ടാവും, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ സേവനത്തിൽ നിൽക്കുമ്പം നമ്മുടെ മിഥ്യാഹങ്കാരവും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ മിഥ്യാഹങ്കാരം കാരണമാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ ഞാൻ തന്നെ ഈ ടെമ്പിളെല്ലാം ചെയ്തോളാം, വേറെ ആരും എന്നോട് വരണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കത് പറ്റത്തില്ല. നമുക്ക് എല്ലാവരോടും കൂടി നിന്നാലേ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടി നിൽക്കുമ്പം അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇത് ഉൾക്കൊള്ളാൻ, ഈ ഒരു കറക്ഷൻ ഉൾക്കൊള്ളാൻ ഒരു ഭക്തൻ തയ്യാറാകണം. ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അത് മാറ്റിവെച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാലേ നമുക്ക് സേവനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സേവനം വച്ച് ദീക്ഷ എടുക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശം. ദീക്ഷ യഥാർത്ഥത്തിൽ സേവനത്തിൽ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം ആ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ദീക്ഷ കഴിഞ്ഞാൽ സേവനം കൂട്ടാനായിരിക്കും ഒരു വ്യക്തി ശ്രമിക്കേണ്ടത്. അത് വെച്ച് നിർത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് ശരിക്ക് ആത്മീയ ജീവിതത്തിൽ പുരോഗതി കിട്ടുകയും നമുക്ക് തിരിച്ച് സ്പിരിച്വൽ വേൾഡിലേക്ക് പോകാനും പറ്റത്തില്ല. നമ്മളത് കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അവനവൻ്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ആ വ്യക്തി ഈ കാര്യങ്ങളെ മനസ്സിലാക്കി അത് വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നല്ലൊരു ചോദ്യമാണ് പ്രഭു ചോദിച്ചത്. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് സേവനം ഭാരമായിട്ട് അനുഭവപ്പെടുന്നത്? ഒരുപാട് സേവനങ്ങളുണ്ട്, പ്രവൃത്തികളുണ്ട്. ഭാരമായിട്ട് എപ്പോഴാണ് ഒരു വ്യക്തിക്ക് തോന്നുന്നത് എന്നാണ് പ്രഭു ചോദിച്ചത്. പ്രഭുപാദ് ഒരു വട്ടം പറഞ്ഞൊരു ഉദാഹരണമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്രഭുപാദ് പറഞ്ഞത് ഒരു വേർഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ് പറഞ്ഞു, ഡോണ്ട് ബി പഫ്ഡ് അപ്പ്. ഞാൻ അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് എനിക്ക് വിട്ടുപോയി, പക്ഷെ ഞാൻ എൻ്റെ എസൻസ് പറഞ്ഞുതരാം. പ്രഭുപാദ് ഒരു ലെറ്ററിൽ എഴുതിയതാണ്, ഒരു ശിഷ്യന്മാർക്ക് ലെറ്റർ എഴുതിയാണ്. ഡോണ്ട് ബി പഫ്ഡ് അപ്പ്, അഹങ്കരിക്കരുത്. കാരണം യു ആർ ഡീലിംഗ് വിത്ത് കൃഷ്ണ, നിങ്ങൾ കൃഷ്ണനുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്.
അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം ഈ ഓൾഡ് മാൻ എനിക്ക് കുറച്ച് ഭാരങ്ങൾ ഇവിടെ തന്നിട്ട് പോയി എന്നേ നമ്മൾ വിചാരിക്കും എന്ന് പറഞ്ഞു. വിഗ്രഹ ആരാധനയുമായിട്ടുള്ള കാര്യത്തിലാണ് ശ്രീല പ്രഭുപാദ് അത് പറഞ്ഞത്. ഡോണ്ട് ബി പഫ്ഡ് അപ്പ്, അല്ലെങ്കിൽ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പം ഈ കുറേ ഭാരങ്ങൾ എനിക്ക് തന്നിട്ട് പോയി, ഈ വിഗ്രഹങ്ങളൊക്കെ എനിക്ക് വീണ്ടും എല്ലാ ദിവസവും കുളിപ്പിക്കണം, എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യണം, ഇങ്ങനെ അതൊരു ഭാരമാണ്, എൻ്റെ ഇതാണ് നമുക്ക് തോന്നിത്തുടങ്ങും. അപ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അഹങ്കാരം ഉണ്ടെങ്കിൽ സേവനങ്ങൾ ഭാരമായിട്ട് അനുഭവപ്പെടും. ഞാനാണിത്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ അത് വരുന്നുണ്ടോ? എനിക്ക് ഈ പുറത്തിറങ്ങി നടക്കുന്ന വ്യക്തികളൊക്കെ എന്തുമാത്രം നല്ല ആൾക്കാരാണ്, അവർക്ക് ഭക്തി കിട്ടിയാൽ എന്നെക്കാട്ടിലും എന്ത് നല്ല രീതിയിൽ അവർ സേവനം ചെയ്യും. എന്നിട്ട് എനിക്ക് ഇത്രയും ബാഡ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഭഗവാൻ എനിക്ക് സേവനത്തിന് അവസരം തരുന്നു എന്ന് എപ്പോഴും നമ്മൾ ഉള്ളിൽ അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, എന്നിട്ടും ഭഗവാൻ നമുക്ക് ഈ അവസരം തരികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഗ്രാറ്റിറ്റ്യൂഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ പഫ്ഡപ്പ് ആവും. ഞാനിതാണ്, ഞാൻ എൻ്റെ അധികാരിയാണ്, ഞാനിത് ചെയ്യുന്നു, ഞാൻ ഒത്തിരി സേവനങ്ങൾ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഇത് ഭാരമായിട്ട് അനുഭവപ്പെടും. എപ്പോഴും ആ കൃതാർത്ഥത വേണം. എനിക്ക് മഹാത്മദാസ് പ്രഭുവിൻ്റെ ഒരു കോട്ട് കേട്ടതാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറ്റു ഭക്തന്മാരുടെയും ആധ്യാത്മിക ഗുരുവിൻ്റെയും പ്രഭുപാദിൻ്റെയൊക്കെ കാരുണ്യം കൊണ്ടാണ് എന്നൊരു വ്യക്തി മനസ്സിലാക്കിയാൽ ഒരു വ്യക്തിക്ക് അഹങ്കാരം ഉണ്ടാവത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നു, അത് എന്തെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാണ് പറയാൻ പറ്റിയിട്ടുള്ളത്. അതിന് എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ നമുക്കാണ്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു, ഇത്രയും നേരം ഒരു ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ പറ്റുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റിയത്. അപ്പം എന്ത് ചെറിയ കാര്യങ്ങളായാലും അത് പറ്റിയത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് ഭഗവാന്റെയും ഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എപ്പോഴും ആ അഹങ്കാരത്തെ ചെക്ക് ചെയ്യാൻ പറ്റും. അഹങ്കാരത്തെ ചെക്ക് ചെയ്തില്ലെങ്കിൽ അഹങ്കാരം നമുക്ക് ചെയ്യുന്ന സേവനങ്ങളെല്ലാം ഒരു ഭാരമായിട്ട് അനുഭവപ്പെടും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് നല്ലൊരു ചോദ്യമാണ് പ്രഭു പറഞ്ഞത്. പുരുഷോത്തമ പ്രഭുവിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അതായത് ചില കാര്യങ്ങൾ, അതായത് ഇപ്പം മൂൺ ലാൻഡിങ്ങോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീല പ്രഭുപാദ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മോഡേൺ സയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അഭിപ്രായങ്ങൾക്കൊന്നും നമുക്ക് ഒരു ലോജിക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. ലോജിക്ക് ഒരിക്കലും കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ സംഭവിച്ചു, നമ്മൾ കാണുന്നത് ഇങ്ങനെയാണല്ലോ, വേദങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഭാഗവത്തിലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ തോന്നും. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണ ബുക്കിൽ ഞാൻ ഇന്നലെ വായിച്ചൊരു കാര്യമാണ്. അപ്പം അതിൽ കൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ രാജധാനിയായ സുധർമ്മയിൽ രാവിലെ സുധർമ്മയിൽ പോയി ദ്വാരകയിൽ എല്ലാവരുമായിട്ടും രാജ്യകാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോകും. വീടെന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ, 16,108 വീടുകളുണ്ട്. 16,108 പത്നിമാരാണ് ഭഗവാനുള്ളത്. അപ്പം ഭഗവാൻ അത്രയുമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം എക്സ്പാൻഡ് ചെയ്ത് പോയി. അപ്പം നാരദ മഹർഷി ഭഗവാന്റെ ലീലകൾ, ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഓരോ വീട്ടുകളിലും ചെല്ലും. ഓരോ വീട്ടുകളിലും ഭഗവാൻ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. വ്യത്യസ്തമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഭഗവാൻ മക്കളെ മടിയിലിരുത്തുന്നുണ്ടാവും, ചില സ്ഥലത്ത് ഭഗവാൻ രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും, ചില സ്ഥലത്ത് തൻ്റെ പെൺമക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ടാവും, ചില സ്ഥലത്ത് ഭഗവാൻ രാവിലെ എഴുന്നേറ്റ് ധ്യാനിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? നമ്മൾ ഭഗവാനെയാണ് ധ്യാനിക്കുന്നത്. ഭഗവാൻ എന്താ ധ്യാനിക്കുന്നത്? ഭഗവാൻ സ്വയമായിട്ട് ധ്യാനിക്കുന്നു എന്നാണ് കൃഷ്ണ ബുക്കിൽ പറയുന്നത്. അപ്പം ഭഗവാൻ അത് നമുക്ക് കാണിച്ചു തരികയാണ്. ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആത്മീയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നാരദ മഹർഷി നിൽക്കുമ്പം ഭഗവാൻ നാരദ മഹർഷിയോട് പറയുന്നൊരു വേർഡുണ്ട്. അല്ലയോ പുത്ര, എൻ്റെ ഈ യോഗശക്തി കണ്ട് നീ
സംഭ്രമിക്കരുത് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അല്ലയോ പുത്ര, നീ ഇത് എൻ്റെ ഈ യോഗശക്തി കണ്ട് നീ സംഭ്രമിക്കരുത് എന്ന് പറയുന്ന കാര്യം. അപ്പം ഇത് നമുക്ക് ലോജിക്കലി നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തേ ഇല്ല ചില കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഭഗവാൻ എങ്ങനെ ഒരു വ്യക്തി എങ്ങനെ 16,108 എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. പക്ഷേ ഒരു വേർഡ് അതിനകത്ത് ശ്രീല പ്രഭുപാദ് യൂസ് ചെയ്യുന്നുണ്ട്, ഓംനിപൊട്ടൻറ്റ്. ഓംനിപൊട്ടൻറ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലാവിധ ശക്തികളും ഭഗവാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഭഗവാന് എല്ലാവിധ ശക്തികളും പൂർണ്ണമായിട്ടുണ്ട്. നമുക്കത് നമ്മുടെ ശക്തി വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി വെച്ച് ചില കാര്യങ്ങൾ അസസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ലോജിക്കല്ലാതെ തോന്നുന്നത്. പക്ഷേ ഭഗവാൻ ഓംനിപൊട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ലോജിക്കായിട്ട് തോന്നും. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടി, ഇവിടെ ഒരു വയസ്സുള്ള കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടി വരുമ്പം ഈ ഒരു മൈക്ക് സ്റ്റാൻഡ് അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റത്തില്ല. പക്ഷേ ഒരു മുതിർന്ന ഒരാൾ വന്ന് ഈ മൈക്ക് സ്റ്റാൻഡ് ഉയർത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി വിചാരിക്കും ഇതൊരു അത്ഭുതകരമായ കാര്യം ഈ ആൾ ചെയ്തു എന്ന് വിചാരിക്കും. കാരണം ആ കുട്ടി ഈ കാര്യത്തിനെ അനലൈസ് ചെയ്യുന്നത് അയാളുടെ ശക്തി വെച്ചിട്ടാണ്. അയാളുടെ ശക്തി വെച്ചിട്ടാണ് കാണുന്നത്. ഇതെനിക്ക് ഉയർത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് ആർക്കും ഉയർത്താൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. അപ്പം ഓംനിപൊട്ടൻ്റ് ആണ് ഭഗവാൻ. ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾക്ക് ഇത് ഉയർത്താൻ പറ്റും, അയാൾക്ക് ശക്തിയുണ്ട്. അതേപോലെ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുകയും അതേസമയം വൈകുണ്ഠ ഗ്രഹത്തിലുള്ളവയും ചെയ്യുന്ന ഭഗവാന് എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അപ്പം അത് നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാം. ഒരു കൊച്ചുകുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല വലിയ ഒരാൾക്ക് എടുക്കാൻ പറ്റുക. അപ്പം എനർജി ലെവലിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഭഗവാൻ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഓണറാണ്, എല്ലാത്തിൻ്റെയും നേതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എനർജി ലെവല് ഡിഫറെൻറ്റ് ഇതാണ്. പരസ്യശക്തി വിവിധയ ശൂയത എന്നാണ് പറയുന്നത്. ഭഗവാൻ ഒരു കാര്യം ചിന്തിച്ചാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നടക്കും. അതിനുള്ള എനർജീസ് അദ്ദേഹത്തിനുണ്ട്. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കിയാലേ ഈ ഇൻകൺസീവബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പം സയൻറ്റിസ്റ്റുകളായാലും മറ്റ് ആൾക്കാരായാലും അവർ ഈ പ്രപഞ്ചത്തെ കാണുന്നത് അവരുടെ ലോജിക്കും അവരുടെ ലെവൽ ഓഫ് ഇൻ്റലിജൻസും വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഇത് ഉയർത്തുന്നത് തൻ്റെ എനർജി ലെവൽ വെച്ച് കാണുമ്പം അതേപോലെ പല സയൻറ്റിസ്റ്റുകളും പലവരും ഈ ലോകത്തിനെ കാണുന്നത് അവരുടെ കോൺഷ്യസ്നെസ് അവരുടെ ഇൻ്റലിജൻസ് ലെവലിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പരിമിതികളുണ്ട്. കുട്ടി ഇത് ഉയർത്താൻ പറ്റുന്നത് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടു, പക്ഷെ അത് പ്രോപ്പറായിരുന്നു അല്ല. കാരണം കുട്ടി വിചാരിക്കുന്നത് എനിക്ക് ഉയർത്താൻ പറ്റാത്തത് കൊണ്ട് ആർക്കും ഉയർത്താൻ പറ്റത്തില്ല. പക്ഷേ ശരിയല്ല, അതിനെക്കാട്ടും ശക്തിയുള്ള ഒരാൾക്ക് ഉയർത്താൻ പറ്റും. അതേപോലെ നമ്മുടെ ബ്രെയിൻ ലെവൽ എത്രയാണെന്ന് നമുക്ക് തന്നെ അറിയാം. വേറെ ആരെയും ചിന്തിക്കേണ്ട, നമുക്ക് തന്നെ അറിയാം. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നതും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ ജസ്റ്റ് പ്രഭു മനസ്സിലാക്കാനായിട്ട് പല കാഴ്ചപ്പാടിലൂടെയാണ് ഇത് വരുന്നത്. ഇപ്പം ഈ ഒരു വിരലുണ്ട്, ഈ ഒരു വിരലുണ്ട്. അപ്പം ഇതിങ്ങനെ കറങ്ങുമ്പം ഏതിൻ്റെ ചുറ്റുമാണ് കറങ്ങുന്നത്? രണ്ടിൻ്റെ ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലേ? അപ്പം ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഒന്ന് മറ്റേൻ്റെ ചുറ്റും കറങ്ങുന്നു, മറ്റേത് കറങ്ങുന്നില്ല എന്ന് തോന്നും. പക്ഷെ ഒരു മാറി നിന്ന് കുറച്ചും കൂടെ മോളിൽ നിന്ന് നോക്കുമ്പോഴത്തേന് രണ്ടും. അപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ലെവൽ ഓഫ് ലോജിക്കിൽ നമുക്കിപ്പം മനസ്സിലാകുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഫെയ്ത്ത് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ ക്രമേണ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ട് വരും. ഇത്രയും വലിയ ഉയരത്തിലുള്ള പർവ്വതം ഉണ്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് സംശയം തോന്നും. പക്ഷേ ഒരു ഫെയ്ത്ത് കൊടുത്ത് പോവുകയാണെങ്കിൽ അത് മനസ്സിലാകും. പക്ഷെ ആ ഫെയ്ത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പ്രഭുവിന് ഒരു എക്സാം ഇതും കൂടെ കഴിഞ്ഞ് നിർത്തുകയാണ്. ഒറ്റ എക്സാമ്പിളും കൂടെ കഴിഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇത് കഴിഞ്ഞ് സമയം ഒരുപാടായിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടെ പറയാം, എങ്ങനെയാണ് ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം നമ്മൾ റഷ്യയിലേക്ക് പോയി എന്ന് വെച്ചോ, നമ്മൾ റഷ്യയിലേക്ക് പോയി. ഇപ്പം ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ റഷ്യയിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷയൊക്കെ അറിയാം, എല്ലായിടത്തും ഇതൊക്കെയുണ്ട്, ഇംഗ്ലീഷ് ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ചെറിയൊരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാൽപ്പനിക ഉദാഹരണം എടുക്കുകയാണ്. റഷ്യയിൽ ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. റഷ്യയിലെ എല്ലാ ബോർഡുകളും റഷ്യൻ ഭാഷയിലാണ്.
എന്ന് വിചാരിക്കും. നമ്മൾ ഒരു ഫ്ലൈറ്റിൽ കയറി അവിടെ എത്തി, റഷ്യയിലെത്തി. നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, നമുക്ക് റഷ്യൻ ഭാഷ അറിയത്തേയില്ല, നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ റഷ്യയിൽ പോയി എത്തി. റഷ്യയിൽ പോയി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് റഷ്യയിൽ പോയത്? നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവിടെ, റഷ്യയിലെ ഒരു കൂട്ടുകാരനുണ്ട്. അയാളുടെ ഒരു ഇതുമുണ്ട്, അയാളുടെ അഡ്രസ്സ് ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി തന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതുമായിട്ടാണ് നമ്മൾ റഷ്യയിൽ എത്തിയത്. അപ്പോൾ റഷ്യയിൽ എത്തിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പം ആർക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല. എല്ലാവരും നോക്കുമ്പോൾ ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല, ഏതോ വല്ലോ ഭാഷ എന്തോ എഴുതി വച്ചേക്കുന്ന പോലെയാണ് തോന്നുന്നത്. അവർക്കൊന്നും മനസ്സിലാകുന്നേ ഇല്ല ഇതെന്താണെന്നുള്ളത്. അപ്പം നമ്മൾ പല ആൾക്കാരുമായിട്ട് തിരഞ്ഞ് നടന്നിട്ട് നമ്മുടെ കയ്യിൽ ഗൂഗിൾ, അന്ന് ഒരിത് കാൽപ്പനിക കഥയാണ്, നമ്മുടെ ഗൂഗിളില്ല, മാപ്പില്ല, ഒന്നുമില്ല, നമുക്ക് ആ കൂടെ ഈ പേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ തിരഞ്ഞ് നടന്ന് ഒരാളെ നമ്മൾ കണ്ടുമുട്ടി. ഒരാളെ കണ്ടുമുട്ടിയപ്പം അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം, കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അയാൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അയാൾ പറയുകയാണ്, ഇതിവിടെ അടുത്ത് തന്നെയാണ്, ഇവിടെ 1 കിലോമീറ്ററേ ദൂരേ ഉള്ളൂ, നിങ്ങൾ 500 മീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക. 500 മീറ്റർ നടക്കുമ്പോൾ ഒരു ജംഗ്ഷൻ കാണും, അവിടുന്ന് റൈറ്റിലേക്ക് തിരിയുക. അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയുക. റൈറ്റിലൊരു 280 മീറ്റർ എത്തുമ്പം വേറൊരു ജംഗ്ഷൻ കാണും, അവിടുന്ന് നിങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിയുക. ലെഫ്റ്റിൽ 280 മീറ്റർ പോയുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ടാവും, അവിടെ കാണുന്ന മഞ്ഞ വീടാണ് ഈ അഡ്രസ്സ് എന്ന് അയാൾ നമുക്ക് പറഞ്ഞു. അപ്പം അയാൾ എന്നിട്ട് പോവുകയും ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ ആരും റഷ്യൻ ഭാഷയൊന്നും അറിയത്തില്ല, നമുക്ക് ആ കൂടെ കിട്ടിയ ഒരാൾ മാത്രമേ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് അയാൾ പോവുകയും ചെയ്തു. നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ പറയുന്ന ആൾ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് പോയി നോക്കുക. 1 കിലോമീറ്ററിലേ ഉള്ളൂ, ദൂരെയൊന്നും നടക്കണ്ടല്ലോ. അപ്പം നമ്മൾ നേരെ നടന്നിട്ട് ചെന്നപ്പം ആ ജംഗ്ഷനിലെത്തി. ജംഗ്ഷനിലെത്തിയപ്പോൾ നമ്മൾ നോക്കുമ്പം അയാൾ പറഞ്ഞ റൈറ്റിലോട്ട് തിരിയാനാണ് പറഞ്ഞത്. റൈറ്റിലോട്ട് 280 മീറ്റർ തിരിയാൻ പറഞ്ഞു. നോക്കുമ്പോൾ റൈറ്റിലോട്ട് വഴിയുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് 500 മീറ്റർ ആയപ്പോൾ ഒരു ജംഗ്ഷൻ എത്തി. അയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ എത്തത്തില്ലായിരുന്നു. ഉറപ്പായിട്ട് ജംഗ്ഷൻ എത്തി. അപ്പം നമുക്ക് വിശ്വാസം കൂടി, എനിക്ക് ശരിയാണ്, അയാൾ പറയുന്നത് ശരിയാണ് എന്നൊരു വിശ്വാസമായി. അത് കഴിഞ്ഞ് റൈറ്റിലോട്ട് വഴി കണ്ടപ്പോഴും നമുക്ക് കുറച്ചും കൂടെ വിശ്വാസമായി. നമ്മൾ വീണ്ടും 280 മീറ്റർ നടന്നു തുടങ്ങി. വീണ്ടും 280 മീറ്റർ നടന്നപ്പം അടുത്ത ജംഗ്ഷൻ എത്തിയപ്പം അയാളുടെ വിശ്വാസം നല്ലപോലെ കൂടി, നല്ല ഉറച്ച്. ഇയാൾ വെറുതെ പറഞ്ഞതൊന്നുമല്ല, അയാൾക്ക് അറിയാതെ പറഞ്ഞതല്ല, ഇയാൾ തീർച്ചയായിട്ടും അറിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലായി. ആ 280 മീറ്റർ ആ ജംഗ്ഷൻ കണ്ടപ്പം അവിടെ ലെഫ്റ്റിലോട്ട് വഴി കണ്ടപ്പോൾ അയാൾക്ക് വീണ്ടും വിശ്വാസം കൂടി, ശരിയാണ്, ഈ പറയുന്ന കാര്യം ശരിയാണ്. ആ 280 മീറ്റർ കണ്ടപ്പോൾ ഒരു മഞ്ഞ കളറടിച്ച പെയിൻ്റുള്ള വീട് കണ്ടപ്പം അയാൾക്ക് ഏകദേശം 95% അയാൾക്ക് വിശ്വാസമായി. അയാൾ കോളിംഗ് ബെല്ലടിച്ച് ആ ഡോറ് തുറന്ന് അയാളുടെ സുഹൃത്ത് വന്ന് നോക്കിയപ്പോൾ അയാൾക്ക് 100% വിശ്വാസമായി. അപ്പോൾ അതേപോലെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വാസം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം വിശ്വാസം ഇതെല്ലാം ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ വിശ്വസിക്കാമെന്ന് വിചാരിച്ചാൽ അത് പറ്റത്തില്ല. കാരണം നമ്മുടെ പോരായ്മയാണ്, നമ്മുടെ ബ്രെയിനിൻ്റെ പോരായ്മയാണ്, നമ്മുടെ പ്യൂരിഫിക്കേഷൻ്റെ പോരായ്മകളാണ്. നമ്മൾ ആ ഫെയ്ത്ത്, ഇവരൊക്കെ എൻ്റെ വെൽവിഷറാണ്, ഇവർ പറയുന്നത് ശരിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് അവർ പറയുന്നതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ റിസൾട്ട്സ് വരുമ്പം നമുക്ക് ശരിക്ക് വിശ്വാസം ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് അതിന് മനസ്സിലാക്കുന്നത്. ശ്രീമദ് ഭാഗവതം കീ ജയ്, ശ്രീല പ്രഭുപാദ് കീ ജയ്.